ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു നിയോഡിയം ട്യൂട്ടറാണ്. ഈ ട്യൂട്ടർ അവാർഡിൻ്റെ ട്യൂട്ടറാണ്. അപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല ഒരു പ്രചാരത്തിലുള്ള ഒരു ട്യൂട്ടറാണ് അവാർഡിൻ്റെ ട്യൂട്ടർ. ഡാപ്പിക്ക് അവാർഡ്, ഡൈൻറ്റി പോലുള്ള ട്യൂട്ടേഴ്സ്. പക്ഷേ ഈ ഒരു അവാർഡിൻ്റെ ട്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ അവാർഡിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ഇത് പ്രീമിയം എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ ഒരു വില ഏകദേശം ഒരു 850-900 ആ റേഞ്ചിനകത്തൊക്കെയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. ആ വില മാത്രമല്ല, ക്വാളിറ്റി അതുപോലെ തന്നെ ക്വാളിറ്റിയും നമുക്ക് ഈ പ്രോഡക്റ്റിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സിൽക്ക് ഡോം ട്യൂട്ടറാണ്. ഈ ഒരു ട്യൂട്ടർ സിൽക്ക് ഡോം ട്യൂട്ടറാണ്. കൂടാതെ തന്നെ നിയോഡിയം മാഗ്നറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ക്വാളിറ്റി നോക്കി സാധനം മേടിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ നിയോഡിയം ട്യൂട്ടർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നിയോഡിയം അവാർഡ് എന്നുള്ള ബ്രാൻഡ് നെയിം വെച്ച് വിടുന്നതായിരിക്കാം. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എനിക്കത് അങ്ങനെ കാര്യം ഇതുപോലത്തെ മോഡൽസിൽ കുറച്ചും കൂടെ ഡിസൈനൊക്കെ വ്യത്യാസം ഉള്ള രീതിയിലുള്ള ട്യൂട്ടേഴ്സ് ഞാൻ ഇതിന് മുമ്പേ കണ്ടിട്ടുണ്ട്. അപ്പം ഏകദേശം മാക്കിങ്ങൊക്കെ ഇതേ സെയിം ആണ്. ഇപ്പോൾ ഇവിടെ റൗണ്ട് ആണെങ്കിൽ അതൊരു ഓവൽ ഷേപ്പിലൊക്കെ വരുന്ന ട്യൂട്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. സെയിം മാഗ്നറ്റ്, സെയിം ഇതൊക്കെയാണ് വരുന്നത്. സ്പെക്കൊക്കെ സെയിം ആണ്. ഇപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ohms 15 വാട്ട് RMS ആണ് വരുന്നത്. 6 ohms ആണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് സൈഡായിട്ടാണ് വരുന്നത്. അതിന് പ്രത്യേകിച്ച് പോസിറ്റീവ് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ഈ ഒരു വലിപ്പം വച്ച് നമുക്കിത് കണ്ടുപിടിക്കാം ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ഇത് നമുക്ക് നോൺ പോളാർ കപ്പാസിറ്റർ വെച്ചിട്ട് വേണം ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ളത്. ചില ആൾക്കാർക്ക് അത് അറിയില്ല, അല്ലാതെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. എന്നാലും മിക്ക ആൾക്കാർക്ക് അറിയാം എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ സിൽക്ക് ഡോം ട്യൂട്ടർ അത്യാവശ്യം വില ഉള്ളതാണ്. അപ്പോൾ അവാർഡിൻ്റെ പ്രീമിയം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ 850-900 ആ ഒരു റേഞ്ചിനകത്തൊക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് പതിവ് പോലെ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രമാണ്. അവരുടെ വീഡിയോ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നതിനുള്ള കാരണം എനിക്ക് സാധനങ്ങൾ റിവ്യൂ ചെയ്യാൻ തരുന്നത് ഇപ്പോൾ നിലവിൽ SM ഇലക്ട്രോണിക്സും രോഹിണി പിന്നെ AB ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഇവരൊക്കെയാണ് എനിക്കിത് കൂടുതലും SM ഇലക്ട്രോണിക്സ് ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് തരുന്ന കാര്യം. വിലയുള്ള സാധനങ്ങൾ തന്നുവിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം മറ്റുള്ള കടക്കാരത് തരാത്തത്. ഓക്കെ, അതിലെനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ എനിക്ക് നിലവിലിപ്പോൾ തരുന്ന SM ഇലക്ട്രോണിക്സാണ് ഏറ്റവും കൂടുതലായിട്ട് തരുന്നത്. അപ്പോൾ എനിക്ക് സോഴ്സ് കാണുമല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ എനിക്കിത് ക്യാഷ് മുടക്കി വാങ്ങി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോ തുടങ്ങുന്ന സമയത്ത്, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ പ്രോഡക്റ്റ് പല സാധനങ്ങളും ഞാൻ എൻ്റെ ക്യാഷ് കൊടുത്ത് വാങ്ങി ഞാൻ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്രോഡക്റ്റ് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്തിട്ട് കൊള്ളാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. ഇല്ലാത്ത സാധനം ഞാൻ തിരിച്ച് കൊള്ളില്ല എന്ന് പറഞ്ഞ് തിരിച്ച് കടയിൽ തന്നെ കൊണ്ടു കൊടുക്കും. അപ്പം കൊള്ളില്ലാത്ത സാധനം പിന്നെ അവർ എടുക്കുകയില്ല. അവർക്കും അത് തോന്നിയാൽ അവർ പിന്നെ അത് എടുക്കത്തില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് നല്ലതാണ്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കി. കാര്യം ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ ഞാൻ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം ചിൽ എന്നുള്ള സൗണ്ട് ഇതിൽ കൂടെ കേൾക്കുന്നതല്ലാതെ നിങ്ങൾക്കതിൻ്റെ ക്വാളിറ്റി ആ ഒരു ഓഡിയോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വീഡിയോ ഇട്ട് സമയം കളഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം എനിക്ക് തോന്നുന്നൊരു 3 ഇഞ്ച് വലിപ്പമാണ് വരുന്നത്. 4 സ്ക്രൂ ഉണ്ട്. പിന്നെ ഇത് മെറ്റൽ ബോഡി അല്ല, ഇത് നോർമൽ പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ് വരുന്നത്. അപ്പം മെറ്റൽ ബോഡി ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരഭിപ്രായമുണ്ട്. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ബാക്കി ഓക്കെയാണ്. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നല്ലതാണ്. 15 വാട്ടാണ് വരുന്നത്. RMS വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 6 ohms ആണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അവാർഡിൻ്റെ സ്പീക്കർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവാർഡ് സ്പീക്കേഴ്സ്, അതായത് ബ്രാൻഡിൻ്റെ ആ ഒരു ഇതായിരിക്കാം, വാചകം അല്ലെങ്കിൽ വാക്ക് എന്നൊക്കെ പറയും പോലെ അവാർഡ് സ്പീക്കേഴ്സ് എന്നുള്ള ആ ഒരു ഇതായിരിക്കും അവർ കൊടുത്ത് ഗാഥാ ജാം എന്നൊക്കെ പറയും പോലെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണെങ്കിലും മടി കൂടാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് അടിക്കുക, ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലത്തെ വീഡിയോ കാണാനും കേൾക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബോറടിപ്പിക്കുന്നതിൽ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.